ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പോ ഇതിന്റെ ഈ സാരിയുടെ മുകളിലേക്ക് ഒരു ഹാഫ് സാരി പോലെ നേരിയതുപോലെ ഒരു സാധനം പുതപ്പിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ പുതപ്പിച്ചിട്ടാണ് ഇവര് കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അവരുടെ ട്രഡീഷണലായ ഒരു രീതിയിൽ തന്നെയാണ് ഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ട്രഡീഷണലായ ഒരു ആചാരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ട്രഡീഷണലായ പല വനവാസികളുടെ ഒക്കെ ആചാരങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അതുപോലെ ഒരു ആചാരമാണ് ഷെയർ ചെയ്യുന്നത്. വയനാട്ടില് ഈ വെട്ടക്കുറുമർ എന്ന് പറയുന്ന ഒരു സമുദായം ഉണ്ട്. അതായത് ഊരാളിമാരൊന്നും അറിയപ്പെടും. അപ്പൊ ഇവരുടെ വീട്ടിലെ കുട്ടികൾ ഋതുമതിയായാൽ ഭയങ്കര ചടങ്ങാണ്. അച്ഛനും അമ്മയും കാണാൻ പാടില്ല പിന്നെ എന്നുള്ളതാണ്. അങ്ങനെ ഈ കുട്ടിയെ നേരെ അമ്മാവന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അമ്മാവന്റെ വീട്ടിൽ 7 ദിവസം നിൽക്കും. 7 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ തിരിച്ച് അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവരുടെ ട്രഡീഷണൽ ആയ വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ കുറച്ച് ചടങ്ങുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വന്ന് ദക്ഷിണ കൊടുത്ത് മധുരം കഴിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. അപ്പൊ ഈ 7 ദിവസം എന്നുള്ളത് ചിലപ്പോൾ നീണ്ടുപോകാം. കാരണം പണ്ടൊക്കെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇവരുടെ പ്രദേശവാസികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികം കുറച്ച് വേണ്ട കാര്യമായതുകൊണ്ട് 7 എന്നുള്ളത് കുറച്ച് നീണ്ടുപോകാം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഇന്നും നമ്മൾ അതുപോലുള്ളൊരു ഒരു പെൺകുട്ടി ഋതുമതിയായ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. വളരെ രസകരമായ ട്രഡീഷണൽ ആയ ഒരു ആചാരമാണ്. അപ്പോൾ ഋതുമതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ദൈവിക തുല്യമായി കാണുക, ഒരു കുട്ടിയെ പൂർണ്ണമായും സ്ത്രീയായി അതിന്റെ മൂല്യം കൽപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ഋതുമതി ആവുമ്പോൾ ചെയ്യുന്ന ഈ ചടങ്ങ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം. ഓക്കേ, പെൺകുട്ടിയുടെ അമ്മാവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആ സ്വന്തം വീട്ടിലേക്ക് ഇനിയിപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞ് ഇന്നിപ്പോൾ 7 ദിവസത്തിൽ കൂടുതലായി. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് ഒരുക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അമ്മാവനാണ് അല്ലേ? എന്താ പേരെന്തായിരുന്നു? ബാബു അല്ലേ? അപ്പോൾ നിങ്ങൾ ശരിക്കും എങ്ങനെ വെട്ടക്കുറുമർ സമുദായം? വെട്ടക്കുറുമർ. അപ്പൊ ഇത് ഊരാളി എന്നും പറയൂടെ അല്ലേ? കുറച്ചു ഭാഗത്ത് ഊരാളി എന്നും പറയും. അത് പണ്ടത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പണിയാണ്. ആണല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര കുടുംബമുണ്ട്? ഞങ്ങളിവിടെ 30 കുടുംബങ്ങളുണ്ട്. ആണല്ലേ? അപ്പൊ നിങ്ങളുടെ ബാക്കി ആളുകളൊക്കെ എവിടെയൊക്കെയാ ഉള്ളത്? നമ്മളെ ഊട്ടിയിൽ നിന്ന് താഴേക്ക്, പിന്നെ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട്, പിന്നെ വൈത്തിയിൽ ഇങ്ങോട്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഋതുമതി ആയി കഴിഞ്ഞാല് അമ്മാവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇതുപോലെ ആയിക്കഴിഞ്ഞാല് അവിടുന്ന് അമ്മേന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് അമ്മാവന്റെ അവിടെ കൊണ്ടാക്കുക. അച്ഛനും അമ്മയും കാണാൻ പാടില്ല, അങ്ങനെയാണോ? അച്ഛനും അമ്മ കാണാം. അച്ഛനും ആങ്ങളമാരുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റില്ല, അമ്മയ്ക്ക് കാണാം അല്ലേ? അമ്മയ്ക്ക് വരാം. ഏതിന്റെ അന്ന് ഇവിടുന്ന് കുളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങളുടെ ഈ ട്രഡീഷണൽ ആയ പരമ്പരാഗതമായ വസ്ത്രമൊക്കെ ധരിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ദക്ഷിണ കൊടുത്ത് വീട്ടിലേക്ക് കയറ്റാണ്. ആണല്ലേ? അത് ഈ ഭാഗത്ത് ഇല്ലായിരുന്നു. നമ്മളെ ഈ തമിഴ്നാട് സൈഡിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചായിട്ട് ഇവിടെ നടത്താൻ തുടങ്ങിയിട്ടല്ലേ? പണ്ട് നിന്ന് പോയതായിരുന്നു. അപ്പൊ വീണ്ടും നിങ്ങൾ പുനരാരംഭിച്ചതാണ് അല്ലേ? കൃഷ്ണസാന്ദ്ര എന്ന് പറഞ്ഞ മോള്, ഋതുമതിയായ മോള്, ആ മോള് ഒരുക്കുന്ന ഒരു ചടങ്ങ് കാണാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. കയറാൻ പോയതുണ്ടോ? നമുക്ക് കയറാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവർ ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് തോഴിമാര്, ഒരുപാട് ചേച്ചിമാര്, അതുപോലുള്ള അമ്മമാരൊക്കെ കൂടെയാണ് ഒരുക്കുന്നത്. എല്ലാ ആഭരണങ്ങളും ഒക്കെ അണിയിക്കുകയാണ്. മുടിയൊക്കെ പിന്നിടുന്നുണ്ടോ? എന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് നോക്ക്. അപ്പൊ ചേച്ചി ഇത് 7 ദിവസമല്ലേ ചേച്ചി? 7 ദിവസം. അപ്പൊ ഇതെന്താ 19 ദിവസമായത്? മക്കൾക്കൊക്കെ സുഖമില്ലാത്തതുകൊണ്ട്. അവിടെ നിങ്ങളുടെ വീടുകളിൽ അവിടെ കുട്ടികൾക്ക് സുഖമില്ലായിരുന്നു അല്ലേ? അതുകൊണ്ട് 19 ദിവസമായിരുന്നു. അസുഖമൊക്കെ മാറിയോ? മാറി? ഹോസ്പിറ്റലിലൊക്കെ പോയി? അതുകൊണ്ട് ആ ചടങ്ങ് ഇന്ന് നടത്തി. ആ ചടങ്ങ് മാറ്റി വെച്ചു ഇന്നത്തെ അല്ലേ? അപ്പൊ ചേച്ചി ഇത് ആരാ? മോളുടെ ആരാ? എന്റെ നാത്തൂന്റെ മോള്. നാത്തൂന്റെ മോള്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ വള, മാല, പൊട്ട്, സാരി, ഈ ആഭരണങ്ങൾ ഇതെല്ലാം പുതിയതായിരിക്കും എന്നുള്ളത്. എല്ലാം പുതിയത് മേടിച്ചിട്ടാണ് ഈ മോളെ ഒരുക്കുന്നത്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയാക്കി ഒരുക്കി കൊണ്ടുവരണോ? ഐലൈനറൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര മേക്കപ്പാണ്. നമ്മുടെ ഡയലോഗ് കേട്ടിട്ട് പെണ്ണ് ചിരിയും വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മോളെ പൂ ചൂടിക്കുകയാണ്. കുറെ ബന്ധുക്കാരും ചേച്ചിമാരും അമ്മമാരും ഒക്കെ മോളെ ഒരുക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ? പൂവൊക്കെ ചൂടി ഒരുക്കി ഉണ്ടോ? കൃഷ്ണസാന്ദ്ര നല്ല അടിപൊളി കുട്ടിയായി. കല്യാണ പെണ്ണു പോലെ തന്നെ ഒരുക്കി എന്നുള്ളതാണ്. ഏകദേശം നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പോ ഇതിന്റെ ഈ സാരിയുടെ മുകളിലേക്ക് ഒരു ഹാഫ് സാരി പോലെ നേരിയതുപോലെ ഒരു സാധനം പുതപ്പിക്കുകയാണ്. ഉണ്ടോ? ഇങ്ങനെ പുതപ്പിച്ചിട്ടാണ് ഇവര് കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അവരുടെ ട്രഡീഷണലായ ഒരു രീതിയിൽ തന്നെയാണ് ഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാം പുതിയ ആഭരണങ്ങൾ, പുതിയ ഡ്രസ്സുകൾ, എല്ലാം പുതിയ ഫ്രഷ് ആയ സാധനങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ ചടങ്ങിന് ഇവർ ഉപയോഗിക്കുള്ളൂ. ഇതുണ്ടോ? സുന്ദരി കുട്ടിയായി എന്നുള്ളതാണ്.
ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പിന്നെ കുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇതുവരെ അമ്മാവന്റെ വീട്ടിലാണല്ലോ നിന്നത്. അപ്പൊ മോളുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരുപാട് കൂട്ടുകാരികൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് അവരുടെ അമ്മമാരും അവരുടെ മുത്തശ്ശിമാരുടെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഒരു കല്യാണത്തിന്റെ അതേ ചടങ്ങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ ആചാരമാണ്. വെറ്റില കൊണ്ട് ഉഴിഞ്ഞിട്ട് ആ മോളെ ഇറക്കുകയാണ്. കണ്ടോ, മോളെ ഇറക്കണം. ഇറങ്ങി മോളെ. കണ്ടോ, മോളെ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ബന്ധുമിത്രാദികളും ഒക്കെ ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കി കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് അമ്മാവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ പിന്നെ കൃഷ്ണസാന്ദ്രയുടെ വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ അമ്മാവന് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ഇതാ മോളെ ഇറങ്ങുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഒക്കെ മനസ്സറിഞ്ഞ് ഓരോ ബന്ധുമിത്രാദികളും നൽകുകയാണ് മോൾക്ക്. അമ്മായിമാർക്കും അമ്മാവന്മാർക്കും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് മോളിറങ്ങുകയാണ്. അപ്പം നമ്മുടെ കൃഷ്ണസാന്ദ്ര ഇതുണ്ട്, ഋതുമതി ആയതിനു ശേഷം അമ്മാവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അവിടുന്ന് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കാരണവന്മാർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. 7 ദിവസത്തിന് ശേഷമാണ് പോകേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ കുട്ടികൾക്ക് കുറച്ച് അസുഖമായതുകൊണ്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 19 ദിവസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇതാണ് കൃഷ്ണസാന്ദ്രയുടെ വീട്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ പായൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാ കൃഷ്ണസാന്ദ്ര വീട്ടിലേക്ക് കയറുകയാണ്. ഇതാ സ്വന്തം വീട്ടിൽ കയറുന്നതിന് മുമ്പ് അച്ഛൻ്റെ വീട്ടിലേക്കാണ് കയറുന്നത്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ആ കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം. അച്ഛൻ്റെ വീട്ടിലും അതേപോലെ എല്ലാവരും ഉണ്ട്, എല്ലാ ബന്ധുക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അച്ഛൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷമാണ് പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. അച്ഛൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ ഇറങ്ങുള്ളൂ, ആ ഒരു ചടങ്ങ് മാത്രമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരുപാട് കാരണവന്മാർ വന്നിട്ട് ഇതുണ്ടോ, പിന്നെ സാന്ദ്രയ്ക്ക് ഒരുപാട് ദക്ഷിണ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ, എന്ത് രസകരമായൊരു കാഴ്ച അല്ലേ. മുത്തശ്ശിമാരും അമ്മാവന്മാരും അമ്മയും അച്ഛനും എല്ലാവരും വന്നിട്ട് കൃഷ്ണസാന്ദ്രനെ പിന്നെ അനുഗ്രഹിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അവരുടേതായ കുറേ സംസാര രീതികളാണ് അതൊക്കെ. ഇനി അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ മധുരം കൊടുക്കലാണ്. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വീട്ടിലും ചെറിയ ആചാരങ്ങളും കുറി വരയ്ക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മധുരം കൊടുക്കുകയാണ്. ഓരോരുത്തരും മധുരം കൊടുക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. കണ്ടോ, പിന്നെ ഇതാരാ? അച്ഛനാണല്ലേ. ആ, അപ്പോൾ ഇതുണ്ടോ, അച്ഛനും അമ്മയൊക്കെ മധുരം കൊടുക്കുന്നൊരു കാഴ്ച. ഇത് അമ്മയല്ലേ? ആ, ബന്ധുമിത്രാദികളെല്ലാം ഈ മധുരം കൊടുക്കുന്നുണ്ട്. കണ്ടോ, എന്താ അല്ലേ. അതോടൊപ്പം തന്നെ പഴം, മധുരത്തോടൊപ്പം പഴവും കൊടുക്കുന്നുണ്ട്. ഇതുണ്ട്, എല്ലാ ബന്ധുമിത്രാദികളും അച്ഛനും അമ്മയും എല്ലാവരും കൃഷ്ണസാന്ദ്രയ്ക്ക് പഴം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. എടി പെണ്ണ, ഇന്ന് ഇങ്ങനെ കിട്ടുള്ളൂ. മാക്സിമം വാങ്ങിക്കാം. നാളെ തൊട്ട് വലിയ വെയിറ്റ് ആയിരിക്കും അവർക്കൊക്കെ. ഇന്ന് വാരി കൊടുക്കലും പിന്നല്ലേ വിളമ്പി കൊടുക്കലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടോ, എല്ലാവരും കൃഷ്ണസാന്ദ്രയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഊട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ദക്ഷിണ കൊടുക്കലും മധുരം കൊടുക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു വന്നവർക്ക് ഒരു വിരുന്ന് സൽക്കാരം കൂടി ഉണ്ട്. അതിനുള്ള ഐറ്റംസ് ബേക്കറികളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ പിന്നെ ബേക്കറികളും കൃഷ്ണസാന്ദ്ര ആദ്യം വന്ന അതിഥികൾക്ക് കൊടുത്ത് സ്വീകരിക്കുകയാണ്. ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കും ഇവരുടെ ഈ സന്തോഷത്തിൽ, ഇന്ന് ഈ ആചാരത്തിൽ പങ്കുചേരാൻ എന്നുള്ളതാണ്. കൃഷ്ണസാന്ദ്ര അത് നമുക്ക് പഴവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു മോളെ, താങ്ക് യു. നമുക്കും കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കും തന്നു. ഇങ്ങനെയാണ് തരിക അവര്. നമുക്കും കഴിക്കാം, അവരുടെ ചടങ്ങിൽ പങ്കുചേരാം. കൃഷ്ണസാന്ദ്രേ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ലാ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചീരാല്. അപ്പോ ഒരു കാര്യം പറയാനുള്ള എന്തറിയോ, പഠിത്തമൊന്നും പകുതി വെച്ച് നിർത്തരുത്. പഠിച്ച് SSLC കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് PG ഡിഗ്രി ഒക്കെ എടുത്ത് വലിയ മിടുക്കി ആവണം. ഇനി നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും കൃഷ്ണസാന്ദ്ര വലിയൊരു പൊസിഷനിലായിരിക്കണം.
അപ്പൊ നമുക്ക് പറയാം, പണ്ട് നമ്മൾ കൃഷ്ണസാന്ദ്രയുടെ ഇതുപോലൊരു ആഘോഷത്തിന് വന്നതാണ്. ഇന്ന് കൃഷ്ണസാന്ദ്ര നിൽക്കുന്ന ഒരു ലെവല് വേറെയാണ്, വലിയ പൊസിഷനിൽ എത്തി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ മിടുക്കിയായിട്ട് പഠിച്ച് വലിയ ആളായി മാറണം കേട്ടോ. ഓക്കെ. ആ ഇനി ഒരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ട്. ഇത് കണ്ടോ, വന്ന ആളുകളൊക്കെ കൃഷ്ണസാന്ദ്രയ്ക്ക് പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കൊടുക്കുന്ന ചേച്ചിയാണ്. കണ്ടോ, എല്ലാവരും കൃഷ്ണസാന്ദ്രയ്ക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ്. കൃഷ്ണസാന്ദ്ര മാക്സിമം വാങ്ങിക്കോട്ടോ. ഇനിയിപ്പോ അടുത്തൊന്നും കിട്ടൂല. ഇനി തരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് വിളിച്ച് ചോദിക്കണേ, എനിക്കെന്താ തരാത്തേന്ന്. അപ്പൊ ഇന്ന് നമ്മുടെ സുന്ദരി കുട്ടിക്ക് കൃഷ്ണസാന്ദ്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളൊക്കെ നൽകി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കാഴ്ചയാണ്. ഇതാണ് ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചിനെ എല്ലാവർക്കും അറിയില്ലേ? ബിന്ദു ചേച്ചിയാണ് നമ്മളിങ്ങോട്ട് ക്ഷണിച്ചത്. ബിന്ദു ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. പാള കൊണ്ട് പല വിധത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയ ഒരു ചേച്ചി, ഓർമ്മയില്ലേ? അല്ലേ ബിന്ദു ചേച്ചി? ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടോ ബിന്ദു ചേച്ചി? ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ പിന്നെ ആരെങ്കിലും ഇതൊക്കെ കൊണ്ട് തന്നോ? വേറെ ഏതെങ്കിലും സ്പോൺസറിങ് വന്നോ? ഇത് സെയിൽ ആവുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഞാന് പിന്നെ അതിന്റെ ഈ നമ്മുടെ വീഡിയോയുടെ അടിയിൽ പിന്നെ ഞാൻ പഴയ ഒരു വീഡിയോയുടെ ലിങ്ക് ഇടാം. ബിന്ദു ചേച്ചി പാള കൊണ്ടുണ്ടാക്കിയ പല ഉപകരണങ്ങൾ, പല പൂക്കൾ, അങ്ങനത്തെ കരകൗശല വസ്തുക്കൾ. അപ്പൊ ബിന്ദു ചേച്ചിക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ചേച്ചിക്ക് കുറച്ച് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യമുണ്ട്. കാരണം പെയിന്റ് കാര്യങ്ങൾ, അത് ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ ഉപകാരപ്രദമായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ബിന്ദു ചേച്ചി, എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു ചടങ്ങിൽ നമ്മളെ ജിത്തു ജേർണീനെ ക്ഷണിച്ചതും ഇതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ബിന്ദു ചേച്ചിക്കും അതുപോലെ കൃഷ്ണസാന്ദ്രയ്ക്കും ഒക്കെ പിന്നെ ഓരോരുത്തരുടെ ഇത് കാണുന്ന ഓരോരുത്തരുടെ പേരിലും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞാൻ നൽകുകയാണ്. അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് മോളെത്തട്ടെ, ഇനിയും പഠിച്ച് മിടുക്കിയാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലെ ബിന്ദു ചേച്ചി? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.